ഹമാസിന്റെ കൊടും ഭീകരനെ വധിച്ച് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസമാണ് ഖാൻ യൂനിസിന് സമീപം നടത്തിയ ആക്രമണത്തിൽ ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരനും ആ ആക്രമണത്തെ നയിച്ച വ്യക്തിയുമായ അബ്ദുള്ള ഫരീദിനെ ഇസ്രായേലി സേന വധിച്ചത്. അബ്ദുള്ള ഫരീദ് അബു ഒദൈ ആയിരുന്നു ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിനെ നയിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച വ്യക്തി അബ്ദുള്ള ഫരീദ് ആയിരുന്നു. ഇസ്രായേലിനുള്ളിൽ കടന്നുകയറി നിരാലംബരായ സാധാരണക്കാരായ 1400 പേരെ നിഷ്കരുണം വധിച്ചത് ഈ അബ്ദുള്ള ഫരീദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇസ്മായിൽ ഹനിയയുടെയും അതുപോലെ എഹിയ സിൻവാറിന്റെയും ഒക്കെ വലം കൈയായിരുന്നു. ഗാസയിൽ നടക്കുന്ന ഗാസയിലെ സൈന്യത്തിനെ പ്രധാനമായും നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുള്ള ഫരീദ്. ആ അബ്ദുള്ള ഫരീദിനെയാണ് ഏറ്റവും നിർണായകമായ ഒരു ഓപ്പറേഷനിലൂടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന വധിച്ചത്. ഖാൻ യൂനിസിന് സമീപമുള്ള ഒരു ഭൂഗർഭ ബങ്കറിൽ അവസാന നിമിഷങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അബ്ദുള്ള ഫരീദ് എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. ഈ ബങ്കർ കേന്ദ്രീകരിച്ച് ഇസ്രായേലി സേന അതിശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ അബ്ദുള്ള ഫരീദ് കൊല്ലപ്പെട്ടു എന്ന് തെളിവുകൾ സഹിതം ഇപ്പോൾ ഇസ്രായേലി സേന വിവരങ്ങൾ പുറത്തുവിടുകയാണ്. ഇതുകൂടാതെ തന്നെ ഖാൻ യൂനിസിന് സമീപവും ഗാസയിലെ മറ്റു ചില പ്രദേശങ്ങളിലുമുള്ള അവസാന ബങ്കറുകളിൽ ഇസ്രായേലി സേന ആക്രമണം നടത്തിയിരിക്കുന്നു. 4 കിലോമീറ്റർ നീളമുള്ള ഒരു ബങ്കർ ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ഈ ബങ്കറിനുള്ളിൽ നിരവധി സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങൾ, ഗ്രനേഡുകൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ മറ്റു ചില ചെറിയ ബങ്കറുകളും ഭൂഗർഭ അറകളും ഇസ്രായേലി സേന കണ്ടെത്തിയിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഉള്ള ആയുധങ്ങൾ കൊണ്ട് നിറച്ചവയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ഗാസ സ്ട്രിപ്പിൽ, ഇസ്രായേൽ അതിർത്തിയിലുള്ള ഗാസ സ്ട്രിപ്പിലാണ് ഇതിൽ ഒരു ഭൂഗർഭ ബങ്കർ കണ്ടെത്തിയത്. ആ ബങ്കറിനുള്ളിൽ നിരവധി മുറികൾ ഉണ്ടായിരുന്നു. ബങ്കറിനുള്ളിൽ ഹമാസ് ഭീകരന്മാർക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ സാധനങ്ങളടക്കം അതിനകത്ത് ശേഖരിച്ചു വച്ചിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ബങ്കറുകൾ ഉപയോഗിച്ചിരുന്ന ഭീകരന്മാർ ബങ്കറിന് പുറത്തെത്തിയ സമയത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേലി സേന കണക്കൂട്ടുന്നത്. എന്തായാലും ഗാസയിൽ ഹമാസിന്റെ സർവനാശം ഉറപ്പിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസിനെ സമ്പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസിന്റെ എല്ലാ തരത്തിലുമുള്ള നശീകരണം ഉറപ്പിക്കുകയാണ് ഇസ്രായേലി സേന. എന്തായാലും ഗാസയെ ഹമാസ് മുക്തമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന. ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കങ്ങൾ ഏറെക്കുറെ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അവശേഷിക്കുന്നത് വളരെ കുറച്ച് ഭീകരന്മാർ മാത്രമേ ഉള്ളൂ ഗാസയിൽ എന്ന് ഇസ്രായേൽ സേന കരുതുന്നു. ഇവരെ കൂടി തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി വധിക്കുകയാണ് ഇസ്രായേലി സേനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിൻ്റെ അവസാന ഒരുക്കങ്ങൾ, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇസ്രായേലി സേന കടന്നിരിക്കുന്നു. അതിനിടയിലാണ് അബ്ദുള്ള ഫരീദ് എന്ന കൊടും ഭീകരനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന വധിച്ചത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയ ഹമാസിന്റെ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അബ്ദുള്ള ഫരീദ്. അബ്ദുള്ള ഫരീദിനെ വധിച്ചതിലൂടെ ഒക്ടോബർ 7 കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഏറെക്കുറെ എല്ലാ ഭീകരന്മാരെയും വധിച്ചതായി ഇപ്പോൾ ഇസ്രായേലി സേന അവകാശപ്പെടുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഗാസയെ സമ്പൂർണ്ണമായും കീഴടക്കാനാകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. ഗാസ ഹമാസ് മുക്തമാക്കുന്ന പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും ഇസ്രായേലി സേന വ്യക്തമാക്കുന്നുണ്ട്.